നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. വേദങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്നതായ ഹോമാദികൾ ലോകത്തിനു മുഴുവൻ ഐശ്വര്യം പകരാനുള്ളതായ ഈശ്വരീയമായ കർമ്മങ്ങൾ അതെല്ലാം ചെയ്യുന്നതിൽ എപ്പോഴും തൽപരനായിരിക്കുന്ന യുധിഷ്ഠിരൻ പടക്കളത്തിൽ വരുമ്പോ ജപവും ഹോമവും അല്ല ചെയ്യാൻ പോണേ, പിന്നെയോ തൻ്റെ വലുതായിരിക്കുന്ന സൈന്യത്തെ അദ്ദേഹം സമ്പൂർണമായും രക്ഷിക്കും. കൗരവന്മാരുടെ സൈന്യത്തെ അപേക്ഷിച്ചിട്ട് പാണ്ഡവ സൈന്യം ചെറുതാണെങ്കിലും അതിനെ തകർക്കാൻ കൗരവന്മാർക്കാവില്ല. യുധിഷ്ഠിര മഹാരാജാവ് ആ സൈന്യത്തെ, പാണ്ഡവ സൈന്യത്തെ രക്ഷിക്കും. എന്നിട്ട് ആദിത്യമിവ ദുർധർഷം തപന്തം ശത്രുവാഹിനീം, ആദിത്യനെ പോലെ ആർക്കും ആക്രമിക്കാൻ കഴിയാത്തവനായിട്ട്, അത്രകണ്ട തേജസ്സോടും അതേപോലെ ബലത്തോടും പരാക്രമത്തോടും കൂടിയവനായിട്ട് ശത്രു സേനാനിരകളെയെല്ലാം തപന്തം ചുട്ട് പൊള്ളിക്കുന്നവനായിട്ട്, ശത്രു സൈന്യ നിരകളിലെല്ലാം തീ പോലെ ആളിപ്പടർന്ന് അതിനെ മുഴുവൻ ചാമ്പലാക്കുന്നവനായിട്ട് യുധിഷ്ഠിരൻ പടക്കളത്തില് പാഞ്ഞ് കയറി വരുന്നത് കാണുമ്പോ നിനക്ക് കൃതയുഗത്തെ കാണാൻ പറ്റൂല, ത്രേതയെ കാണാൻ പറ്റൂല, ദ്വാപരത്തെ കാണാൻ പറ്റൂല, കലിയെ നിനക്ക് നേരിട്ട് കാണേണ്ടതായിട്ട് വരും. യഥാ ദ്രക്ഷ്യസി സംഗ്രാമേ ഭീമസേനം മഹാബലം, നീ പടക്കളത്തിൽ വെച്ചിട്ട് നേരിട്ട് എപ്പോഴാണോ മഹാബലശാലിയായിരിക്കുന്ന ഭീമസേനനെ കാണുന്നത്, ഭീമസേനൻ എന്ത് ചെയ്യുന്നതായിട്ട് കാണുക? ദുശാസനസ്യ രുധിരം പീത്വാ നൃത്യന്തമാഹവേ, ദുശാസനന്റെ മാറു പിളർന്ന് ആ മാറിലെ രക്തം കുടിച്ച് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ആ പടക്കളത്തിൽ താണ്ഡവ നൃത്തമാടുന്ന ഭീമസേനനെ, മഹാബലശാലിയെ നീ നേരിട്ട് കാണുമ്പോ ആ അവസരത്തിൽ ഭീമസേനന്റെ ഭാവം, രൂപം, ചലനം ഏത് പ്രകാരത്തിലായിരിക്കും? പ്രഭിന്നമിവ മാതംഗം, മതം പൊട്ടിയ ആനയെ പോലെ ആയിരിക്കും ഭീമസേനൻ. യാതൊരു മര്യാദയും യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല. ആര് വിചാരിച്ചാലും ഭീമനെ തടയാനോ ഒതുക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കില്ല. മതം ഇളകിയ ആനയെപ്പോലെ ആർ തട്ടഹസിച്ച് നൃത്തം ചെയ്യുന്ന ആ ഭീമസേനെ നീ കാണുമ്പോ പിന്നെയോ പ്രതിദ്വിരതഘാദിനം, ശത്രുപക്ഷത്തെ കൊമ്പനാനകളെ മുഴുവൻ, ആ കൊമ്പനാനകളുടെ നിരകളെ മുഴുവൻ തകർത്തെറിയുന്നവനായിട്ട് ആ ഭീമസേനനെ നീ പടക്കളത്തിൽ നേരിട്ട് കാണും. അങ്ങനെ കാണുന്ന അവസരത്തില് ന തഥാ ഭവിത ത്രേത ന കൃതം ദ്വാപരം നച, പിന്നെ കൃതമില്ല, ത്രേതയില്ല, ദ്വാപരമില്ല, കലിയേ ഉണ്ടാവുള്ളൂ. അവിടെ കൗരവപ്പടയുടെ സർവവിനാശമേ ഉണ്ടാവുള്ളൂ. യഥാ ദ്രക്ഷ്യസി സംഗ്രാമേ ദ്രോണം ശാന്തനവം കൃപം സുയോധനം ച രാജാനം സൈന്ധവം ച ജയദ്രഥം യുദ്ധായാപതതസ്തൂർണം വാരിതാൻ സവ്യസാചിന. അല്ലയോ കർണ, എപ്പോഴാണോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്? കൗരവപക്ഷത്തിലുള്ള മഹാവീരന്മാരെ എല്ലാവരെയും അർജുനൻ തന്റെ അമ്പുകൾ കൊണ്ട് തടഞ്ഞ് നിഷ്പ്രഭരാക്കി തീർക്കുന്നത് അല്ലയോ കർണ നിനക്ക് നേരിട്ട് കാണാൻ കഴിയും. അർജുനന്റെ പരാക്രമം കർണ നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നീ വിചാരിക്കുന്ന പോലെയല്ല അർജുനൻ.
നീ അർജുനന് തുല്യനുമല്ല എന്ന് വളരെ സ്പഷ്ടമാക്കുകയാണ് ഇവിടെ. ഭീഷ്മനെയും ദ്രോണനെയും എല്ലാം വെല്ലാനുള്ളതായ കരുത്ത് അർജുനനുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. ഭീഷ്മനെ എങ്ങനെ അർജുനൻ ജയിക്കും എന്നുള്ളത് കൃഷ്ണന്റെ മനസ്സിലുണ്ട്. അത് ഗുരുത്വം കൊണ്ടാണ് ജയിക്കുന്നത്. അതാണ് അർജുനന്റെ കരുത്ത്. ഗുരുത്വം കൊണ്ട് ഭീഷ്മനെ ജയിക്കും, ഗുരുത്വം കൊണ്ട് ദ്രോണനെ ജയിക്കും, ഗുരുത്വം കൊണ്ട് കൃപനെ ജയിക്കും. ബാക്കി എല്ലാവരെയും തന്റെ അസ്ത്ര നൈപുണി കൊണ്ടും ജയിക്കും. അങ്ങനെ എപ്പോഴാണോ അർജുനൻ പടക്കളത്തില് ഈ വീരന്മാരെ എല്ലാവരെയും തടയുന്നത്, അവരുടെ മുന്നോട്ടുള്ളതായ പ്രയാണം പാണ്ഡവപ്പടയെ ഛിന്ന ഭിന്നമാക്കാൻ ഉള്ളതായ അവരുടെ ആക്രമണ പരിശ്രമങ്ങളെയെല്ലാം അർജുനൻ തടയുന്നത് നിനക്ക് കാണാൻ കഴിയും. ആരെയെല്ലാം തടയുന്ന കാണാൻ കഴിയും. യഥാ ദ്രക്ഷ്യസി സംഗ്രാമേ ദ്രോണം ശാന്തനവം കൃപം. പടക്കളത്തില് അർജുനൻ ദ്രോണനെ തടയും, ശന്തനുവിന്റെ പുത്രനായിരിക്കുന്ന ഭീഷ്മനെ തടയും, അതേപോലെ തന്നെ ആചാര്യനായ കൃപനെ തടയും. എന്ന് മാത്രമല്ല, സുയോധനം ച രാജാനം സൈന്ധവം ച ജയദ്രഥം. രാജാവായിരിക്കുന്ന സുയോധനനെ, ധൃതരാഷ്ട്രന്റെ മൂത്ത മകൻ, നിന്റെ ഉറ്റ സുഹൃത്ത്, ആ ഉറ്റ സുഹൃത്തിനെ അർജുനൻ അമ്പുകൾ കൊണ്ട് തടയും. അയാളുടെ വിജയത്തിലേക്കുള്ളതായ പ്രയാണ മോഹങ്ങൾ മുഴുവൻ അർജുനൻ ധ്വംസിച്ചു കളയും. അതേപോലെ ജയദ്രഥനെയും അർജുനൻ ആ പടക്കളത്തില് നിഷ്പ്രഭനാക്കി തീർക്കും. ഇവരെല്ലാം യുദ്ധത്തിനു വേണ്ടിയിട്ട് അവിടെ വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയും വളരെയേറെ അഹങ്കാരത്തോടുകൂടിയും വളരെയേറെ ആഘോഷത്തോടുകൂടിയും വന്നു ചേർന്നവരാണ്. അവരെ എല്ലാം സവിസാജി തടഞ്ഞ് അവരുടെ പ്രയാണം തകർത്ത് അവരെ പിന്നിലേക്ക് തള്ളും. ആ അവസരത്തിൽ ഇത് നിനക്ക് കാണാൻ കഴിയുമ്പോ അപ്പൊ നിനക്ക് തിരിച്ചറിയാം അവിടെ കൃതവുമില്ല. ന തഥാ ഭവിത ത്രേത ന കൃതം ദ്വാപരം നച്ച. പിന്നെ അവിടെ ത്രേതയുമില്ല, കൃതവുമില്ല, ദ്വാപരവുമില്ല. പിന്നെന്താ ഉള്ളത്? പറയേണ്ട കാര്യമില്ലല്ലോ, കലി മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ യഥാ ദ്രക്ഷ്യസി സംഗ്രാമേ മാദ്രീപുത്രൗ മഹാബലൗ. മഹാബലശാലികളായ മാദ്രീപുത്രന്മാർ നകുലനും സഹദേവനും, അവരെ രണ്ടുപേരെയും അവർ യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ എപ്പോഴൊക്കെയാണോ നിനക്ക് കാണാൻ കഴിയുന്നത്, അപ്പോ അവിടെ കൃതവും ത്രേതയും ദ്വാപരവും ഒന്നും ഉണ്ടാവില്ല, കലിയേ ഉണ്ടാവുള്ളൂ. അവരും കൗരവ പടയെ മുഴുവൻ തകർത്തെറിയാൻ കരുത്ത് ഏറെയുള്ളവരാണ് എന്നറിഞ്ഞുകൊള്ളണം. അവരെ തടയാൻ ആർക്കും കഴിയില്ല. അവരെങ്ങനെയുള്ളവരാണ്? വാഹിനീം ധാർത്തരാഷ്ട്രാണാം ക്ഷോഭയന്തൗ ഗജാവിവ. ആനകൾ എങ്ങനെയാണോ വലിയ വലിയ സൈനിക നിരകളെയെല്ലാം തകർത്ത് ഛിന്നഭിന്നമാക്കി വളരെയേറെ ചതച്ചരച്ച് അങ്ങനെ നാലുപാടും ചിതറിച്ച് ഓടിക്കുന്നത്, അതേപോലെ ശത്രു സൈനിക നിരകൾക്കുള്ളിലേക്ക് കടന്നിട്ട് മാദ്രീപുത്രന്മാരായിരിക്കുന്ന നകുലനും സഹദേവനും ധാർത്തരാഷ്ട്രന്മാരെ എല്ലാം കൗരവന്മാരെ എല്ലാം തകർത്തുകൊണ്ട്, എങ്ങനെയാണോ ആനകൾ ശത്രു നിരകളെ തകർക്കുന്ന അതേ പ്രകാരത്തിൽ തകർത്തുകൊണ്ട് മുന്നേറുന്ന അവസരത്തിൽ എപ്പോഴാ അവരങ്ങനെ മുന്നേറുക? ആ യുദ്ധ പരിശ്രമം, ആയുധ പ്രയോഗം അങ്ങേയറ്റം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ അവസരത്തിലാണ് അവർ ഈ പ്രകാരം കൗരവ പടയെ മുഴുവൻ തകർത്തുകൊണ്ട് ഇളക്കി മറിച്ചുകൊണ്ട് ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് മുന്നേറുക. അത് നീ കാണും. അത് കാണുന്ന അവസരത്തിൽ നിനക്ക് കൃതത്തെ കാണാൻ പറ്റൂല. ന തഥാ ഭവിത ത്രേത ന കൃതം ദ്വാപരം നച്ച. കൃഷ്ണൻ സ്പഷ്ടമായി പറയും. കൗരവന്മാര് ഭൗതികമായ ശക്തി ഏറി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് വിശ്വസിച്ചു വച്ചിരിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും അവർക്ക് വിജയം ഉണ്ടാവില്ല. എന്താ കാരണം? ധർമ്മമുള്ളിടത്തേ വിജയം ഉണ്ടാവുള്ളൂ.
ധർമ്മമാണ് കരുത്ത്. ആ കരുത്ത് പാണ്ഡവന്മാർക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് അവർ പടക്കളത്തിലിറങ്ങിയാൽ അതുവരെ അവർ ശാന്തന്മാരാണ്. കാഴ്ചയ്ക്ക് അവര് അങ്ങേയറ്റം സാധുക്കളാണ് എന്ന് തോന്നും. അങ്ങേയറ്റം സ്നേഹത്തോടും ബഹുമാനത്തോടും ആചാരങ്ങളെല്ലാം ഭംഗിയായി പാലിച്ചുകൊണ്ടും അങ്ങനെയായിരിക്കും അവർ പെരുമാറുക. അപ്പോ ഇവരെങ്ങനെയാ ഇത്ര വലിയ പടക്കളത്തിൽ ഇറങ്ങിയിട്ട് ഇത്ര വലിയ സേനയെ തകർക്കുക എന്നൊക്കെ പലരും വിചാരിച്ചു എന്ന് വരും. പക്ഷെ അവരവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരിൽ പ്രവർത്തിക്കുന്നത് ധർമ്മത്തിന്റെ ശക്തിയാണ്. അപ്പോൾ പിന്നെ കൃതവും ത്രേതയും ദ്വാപരവും ഉണ്ടാവില്ല. ഇനി ഇതിനകത്ത് ഗൂഢമായൊരു സന്ദേശം കൂടിയുണ്ട്. കൗരവന്മാര് ഇതുവരെയും ചെയ്തു പോകുന്നത് അധർമ്മമാണ്, കുകർമ്മങ്ങളാണ്. അതിനെല്ലാം വികർമ്മം എന്ന് ശാസ്ത്രഭാഷയിൽ പറയും. ആ വികർമ്മങ്ങൾ നേരത്തെ ചെയ്തവ അതേ പ്രകാരത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ യുദ്ധക്കളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തുടരാമെന്ന് വിചാരിച്ചാൽ ഇവിടെയും ചതിവില് പാണ്ഡവന്മാരെ തോൽപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല.